നമസ്കാരം. നിയമലംഘനത്തിന് ബ്രേക്കിടാൻ സർക്കാർ. ദീർഘദൂര ബസ്സുകളുടെ നിയമലംഘനങ്ങൾ ചർച്ച ചെയ്യാൻ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. യാത്രക്കാരോടുള്ള മോശം പെരുമാറ്റത്തിന് പുറമെ വൻതോതിലുള്ള നികുതി നഷ്ടവും ബസ്സുകൾ സംസ്ഥാനത്തിനുണ്ടാക്കുന്നുവെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് യോഗം. അതേസമയം യാത്രക്കാരെ മർദ്ദിച്ച ബസിന്റെ ഉടമ സുരേഷ് കല്ലട ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരായേക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ ബസ് ബുക്കിംഗ് ഓഫീസുകളിൽ പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി അരുണും കൊച്ചിയിൽ നിന്ന് വിനീത വിജിയും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, എപ്പോഴാണ് വൈകിട്ട് യോഗം? എന്തൊക്കെ കാര്യങ്ങളിൽ ഇന്ന് ചർച്ചയുണ്ടാകും? യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? യോഗം ആരംഭിക്കും. ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ DGP ലോക്നാഥ് ബെഹ്റ, ഗതാഗത സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവരും പങ്കെടുക്കും. കല്ലട ബസ്സിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കർശന നടപടികൾക്കാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം ഇന്ന് 20 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്, പിഴ ചുമത്തിയിട്ടുണ്ട്. അത് യാത്രാവാഹനങ്ങളിൽ ചരക്ക് കടത്തിയതിനും നിയമം ലംഘിച്ചുള്ള സർവീസിനുമാണ് നടപടിയെടുത്തിരിക്കുന്നത്. നടപടി ശക്തമാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഈ ബസ്സിലെ ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിന് പുറമെ നിരവധി നിയമലംഘനങ്ങൾ ഇത്തരം സർവീസുകൾ നടത്തുന്നതായാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇവരിൽ നിന്ന് സർക്കാരിന് പിരിഞ്ഞു കിട്ടാനുമുണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ നികുതി പിരിവ് ഊർജിതമാക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. ചില കേസുകൾ കോടതികളിൽപ്പെട്ട് മറ്റും സ്റ്റേ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റേ അനുകൂലമായ അല്ലെങ്കിൽ കോടതി നടപടി അനുകൂലമായ കേസുകളിൽ പോലും മോട്ടോർ വാഹന വകുപ്പ് നികുതി തിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ നികുതി പിരിവ് ഊർജിതമാക്കാൻ നടപടികളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. മാത്രമല്ല, ഈ ബസ്സുകൾ അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ സർക്കാരിന് കാലാകാലങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോഴൊക്കെ ആ നടപടികൾ 1-2 ദിവസത്തെ കർശന നടപടികൾ മാത്രം തീർന്നു പോകുന്നുണ്ട്. അതിനും തുറ നടപടി വേണമെന്ന അഭിപ്രായം സർക്കാരിന് ഇപ്പോഴുണ്ട്. DGPയോട് ഇക്കാര്യത്തിലെ ഒരു നിയമ ഉപദേശവും സർക്കാർ തേടും. ശരി, നന്ദി അരുൺ. വിവരങ്ങൾക്ക് വിനീത വിജി കൂടെ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഈ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം എവിടം വരെയായി? മറ്റു വിവരങ്ങൾ എന്താണ്? യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ ഇന്ന് കല്ലട സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തും. ഇന്ന് അദ്ദേഹത്തിനോട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കൊച്ചിയിൽ ഇന്ന് വിവിധ ബസ്സുകളിൽ രാവിലെ മുതലേ തന്നെ ആർടിഒയുടെ നേതൃത്വത്തിലൊക്കെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 50ഓളം അധികം ബസ്സുകളിലാണ് പരിശോധന നടന്നത്. ഇതിൽ പകുതിയിലേറെ ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ ബസ്സുകളൊക്കെ തന്നെ സ്റ്റേജ് ക്യാരി അനുസരിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തി. ഇവർ ശരിക്കും കോൺട്രാക്ട് ക്യാരി അനുസരിച്ചാണ് നടത്തേണ്ടത്. ഒരു സ്ഥലത്ത് നിന്ന് ആളെ കയറ്റുകയാണെങ്കിൽ കൃത്യമായി അവരെ ഇറക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥലമുണ്ടാകും. അവിടെയാണ് ഇവർ ആളുകളെ ഇറക്കേണ്ടിയിരുന്നത്. എന്നാൽ മറ്റ് സാധാരണ ബസ്സുകൾ ചെയ്യുന്നത് പോലെ ഇവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കയറ്റുകയും വിവിധ സ്ഥലങ്ങളിൽ ആളുകളെ ഇറക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സർവീസ് നടത്തിയ ബസ്സുകൾ ഏതാണ്ട് പകുതിയിലധികം ബസ്സുകളുണ്ട്. ഈ ബസ്സുകൾക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബസ്സുകളിൽ പേഴ്സണൽ കാരേജ്, മറ്റ് ഈ യാത്രക്കാരുടേതല്ലാതെ മറ്റു തരത്തിലുള്ള കൊറിയർ സർവീസ് പോലുള്ള കാരേജുകളും ബസ്സുകളിൽ അവർ കയറ്റി ഇറക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം ബസ്സുകളിലായാണ് ഇന്ന് രാവിലെ മുതലേ പരിശോധന നടത്തിയത്. ഇതിൽ പകുതിയിലധികം ബസ്സുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി. ഈ ബസ്സുകളുടെ ഉടമകൾക്കൊക്കെ തന്നെ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇനി നാളെയും ഈ ഒരു കല്ലട സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നാളെയും വിവിധ ബസ്സുകളിൽ ആർടിഒയുടെ ഒക്കെ നേതൃത്വത്തിൽ പരിശോധനകൾ ഉണ്ടാകും. വിനീത, എല്ലാ പരാതിക്കാരിൽ നിന്നും മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതിനകം തന്നെയും ഈ കൂടുതൽ പേർ ഈ ബസ് ജീവനക്കാർക്കെതിരെയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ? തീർച്ചയായും അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലട സുരേഷ് ഇന്ന് തന്നെ ഹാജരായി മൊഴി നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം അയാളിന് എത്തിച്ചേരുമെന്ന് തന്നെയാണ് ACBയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം വിവിധ ബസ്സുകളിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം പുരോഗതി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിവിധ ബസ്സുകളിൽ നിന്ന് പിഴവ് കണ്ടെത്തിയ ബസ് ഉടമകളുമായി നേരിട്ട് സംസാരിക്കുകയും അവരോട് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ പിഴ ചുമത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. കർശനമായ നടപടികളിലേക്ക് തന്നെയാണ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. ശരി വിനീത, ദീർഘദൂര ബസ്സുകളുടെ നിയമലംഘനത്തിന് തടയിടാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും. സർക്കാർ ഇന്ന് ഗതാഗത മന്ത്രി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിയമലംഘനം തടയുക, മറ്റു കാര്യങ്ങൾ, ഈ ആളുകളോടുള്ള മോശം പെരുമാറ്റം മാത്രമല്ല ടാക്സ് വെട്ടിപ്പ് പോലുള്ള കാര്യങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. ഗതാഗത വകുപ്പ് ഏതായാലും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ, നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, എങ്ങനെയാണിത് തടയാനാവുക? ഈ സംഭവം കൊണ്ടെങ്കിലും സർക്കാരിന് പൂർണ്ണമായുള്ളൊരു നിയന്ത്രണം ഇത്തരം കാര്യങ്ങളുടെ മേൽ ഏർപ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
അല്ല, ഇതിന്റെ ഒരു മുൻകാല ചരിത്രം പരിശോധിച്ചാൽ 1994 ഇങ്ങനത്തെ വാഹനങ്ങൾ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് പിടിക്കുകയും ആ വാഹനങ്ങൾ ഇടയ്ക്ക്, അതായത് യാത്ര ആരംഭത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ പിടിക്കാവുള്ളൂ എന്നുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഈ അനധികൃത സർവീസുകൾ മുഴുവൻ കേരളത്തിൽ നടത്തുന്നത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഇപ്പൊ നമുക്കറിയാം ഈ വാഹനങ്ങൾ മുഴുവൻ വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ് കൂടുതൽ വാഹനങ്ങളും വരുന്നത്. ഒരു പരിശോധന ഒന്നുമില്ലാതെ നിർബാധം യാത്രക്കാരും അതിനേക്കാൾ കൂടുതൽ ലഗേജുമായിട്ട് കടന്നു പോരുക. ഈ വാഹനത്തിൽ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടിരുന്നത്, ലഹരി വസ്തുക്കള്, അതുപോലെ തന്നെ ഇവിടെ വിൽക്കാൻ പാടില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ കടക്കുന്നതായിട്ട് വ്യാപകമായ ആക്ഷേപം ഇതുപോലത്തെ ബസ്സുകളെ കുറിച്ചുണ്ട്. അപ്പോൾ കർശനമായ ഒരു മോണിറ്ററിംഗ്, ആ മോണിറ്ററിംഗ് സംവിധാനം ഇന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ നിയമരഹിതമായി തിങ്കളാഴ്ച ഒരു ചാർജ്, വ്യാഴാഴ്ച മറ്റൊരു ചാർജ്, അവധിക്ക് ഒരു ചാർജ്, ഇങ്ങനെ തോന്നുന്നത് പോലെ യാതൊരു നിയന്ത്രണവുമില്ലാതെ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുകയും യാത്രക്കാരെ മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. എന്നോട് ഇന്ന് രാവിലെ ഒരു യാത്രക്കാരൻ പറഞ്ഞു അദ്ദേഹത്തിന് ഭയമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ചയിൽ ഇത് പൊതുസമൂഹം അറിയണം. ഈ വാഹനത്തിൽ കയറിയിട്ട് സാധാരണ AC വാഹനങ്ങളിൽ കയറാത്ത യാത്രക്കാർക്ക് വാഹനത്തിൽ കയറുമ്പോൾ ഒരു സബോക്കേഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടായി എന്തെങ്കിലും ഒരു ഛർദ്ദിക്കുകയോ അല്പം ഇത് വീഴുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് 2500 രൂപയാണ് പെനാൽറ്റി മേടിക്കുന്നത്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായി വീട്ടിലിരിക്കുന്ന കാരണവന്മാരുടെയൊക്കെ പേര് വിളിച്ചിട്ട് അവർ വന്ന് വണ്ടി കഴുകുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ വളരെ മോശമായ പെരുമാറ്റം, അന്യായമായ ചാർജ് ഒക്കെ വാങ്ങിക്കുന്നു. ഇതിന് ഒരു ബെസ്റ്റ് സംവിധാനം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ കൂടുതൽ ഈ മേഖലയിലേക്ക് ഓടിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് അതാണ് അവിടെയല്ലേ ശ്രീ ഡിജോ കാപ്പൻ പ്രശ്നം. അതായത് ഇത് നമ്മളിപ്പോൾ പറയുന്നു, ഈ സ്വകാര്യ ബസ് സർവീസുകൾ വല്ലാത്ത തോതിൽ ഉപദ്രവിക്കുന്നു, ആളുകളെ നിയമവിരുദ്ധമായി പെരുമാറുന്നു. അവർക്ക് അക്കാര്യത്തിലൊരു കുത്തകയുള്ളത് കൊണ്ടും അവിടങ്ങളിലേക്ക് സർക്കാർ സർവീസുകൾ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു യാത്രക്കാർക്ക് എന്നതുകൊണ്ടുമല്ലേ അത്. അതായത് നമ്മളിപ്പോൾ കൂടുതൽ വാഹനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലുള്ളത് ഓടിക്കണമെന്ന് പറയുമ്പോൾ തന്നെയും അതൊക്കെ സാധ്യതമാവുക എന്ന് വെച്ചാൽ കുറേയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുവരെ ഈ ബസ്സുകൾക്ക് സർവീസ് ചെയ്യാനുള്ള അവസരം നൽകുക തന്നെയല്ലേ വേണ്ടത്, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട്. കാരണം അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ ഒരു തൊഴിലിന്റെ സംസ്കാരവും ഇതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. കർണാടക ബസ്സുകൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപഠിക്കണം. നമ്മുടെ ഇവിടുന്ന് ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, കർണാടക വണ്ടിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അവർ ഈ ബസ് നമ്മുടെ ഈ സ്വകാര്യ ബസ്സുകളെ യാത്ര ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെയും സീറ്റില്ലാതെ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഈ KSRTCയെ അവർ പരിഗണിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം അവർ പറഞ്ഞത്, കർണാടക സർവീസിൽ ഒരു ബസ് യാത്ര പുറപ്പെടുമ്പം എന്തെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവർ ഈ പാസഞ്ചർ വിളിച്ചു പറയുന്നു. ഇത് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചാൽ തന്നെ തല്ലാൻ വരുന്നത് പോലെയാണ് നമ്മുടെ പ്രതികരണം എന്നാണ് ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലിക്കാർ പറയുന്നത്. അപ്പം നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു തൊഴിൽ സംസ്കാരത്തിൽ മാറ്റം വരണം ആദ്യമേ തന്നെ. അപ്പം അത് സ്വകാര്യ മേഖലയിലും ഉണ്ടാകണം, KSRTCയിലും ഉണ്ടാകണം. ഇത്രയും പണം മേടിച്ച് ഇത്രയും പണം കൊടുത്തിട്ട് ആളുകൾക്ക് അടിയും കൂടെ കൊടുക്കുന്ന ഒരു അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടുന്ന കാര്യമാണത്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജോകാപ്പൻ താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ ഉപേന്ദ്രനാരായണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇത് ഇത്തവണയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊരു അറുതി ഉണ്ടാകും, അതായത് ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരും എന്നാണ് നമ്മൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷ വെക്കുന്നതിൽ എത്രത്തോളം കാര്യമുണ്ട്? ഇന്നത്തെ യോഗത്തിലടക്കമുള്ള നടപടികൾ ഈ മേഖലയിലുള്ള, അതായത് ഈ സ്വകാര്യ ബസ് സർവീസുകാരുടെ അതിക്രമം നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോക്കിന് തടയിടുന്നതാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കാര്യം ഇതിപ്പോ കല്ലട ബസിന്റെ മുതലാളിമാരും ഡ്രൈവർമാരും കൂടെ ചേർന്നിട്ട് കുറെ യാത്രക്കാരെ തല്ലി മൃതപ്രായനാക്കി എന്നല്ലാണ്ട് ഇതിപ്പോ ഒരാഴ്ച നിലനിൽക്കും. ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ റോഡിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് നേരത്തെ ചെക്ക് ചെയ്തുകൂടാ? ഇതൊക്കെ സ്റ്റേജ് കാരിയറല്ല, കോൺട്രാക്ട് കാരേജ് ബസ് ഇല്ലീഗലായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും ഗതാഗത മന്ത്രിയുടെയൊക്കെ അനുഗ്രഹ ആശിസ്സത്തോടെയാണ് കേരളം മുഴുവൻ തെക്കോട്ടും വടക്കോട്ടും ഓടുന്നതും. ഓണം, ക്രിസ്മസ്, ഈസ്റ്ററിനൊക്കെ സമയത്ത് 3 ഇരട്ടി പോലും പൈസ വാങ്ങുന്നുണ്ട്. ഇതങ്ങ് നോക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് എന്തെങ്കിലും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ മാധ്യമങ്ങൾ തന്നെ ഉണർന്നുകൊണ്ടാണ് ഈ കേസ് ഇവിടം വരെ എത്തിയത്. ഇതിന് സ്ഥായിയായ സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാകണം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ കൂടുതൽ ഓടാനായിട്ടുള്ള പരിപാടികൾ നടത്തണം. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പ്രൈവറ്റ് ഏജൻസികളെ സഹായിക്കുന്ന രീതിയാണ് ഈ ഗതാഗത വകുപ്പിന്റെ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടേതും
ഗതാഗത മന്ത്രിയുടേതും മോട്ടോർ വാഹന വകുപ്പിന്റെയും നടക്കുന്നത്. എല്ലാ ദിവസവും 2-3 ടൺ ലോഡ് കയറ്റിയാണ് ഈ ബസ്സുകൾ ചീറിപ്പായുന്നത്. എല്ലാ ദിവസവും ഇത് സ്റ്റേജ് കാരിയർ പോലെ ഇടയ്ക്കിടയ്ക്ക് ആളിനെ കയറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്നു. ഇതൊക്കെ തോന്നിവാസം നടക്കുന്ന എന്താ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഈ പിള്ളേർക്ക് തല്ല് കിട്ടിയപ്പോഴാണോ മനസ്സിലാക്കേണ്ടത്? ഇതൊരു ഭരണ സംവിധാനം അമ്പേ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് ഒരാഴ്ച നിലനിൽക്കും, അത് കഴിയുമ്പോൾ ഇത് പഴയപടിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ശ്രീ ഡിജോ കാപ്പൻ, അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനാണ് കാര്യങ്ങളുള്ളത് എന്നാണ് ഇക്കാര്യങ്ങളെ സംശയത്തോടെ നോക്കുന്ന ആളുകൾ വിചാരിക്കുക. ശ്രീ ഡിജോ കാപ്പൻ, യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികൾക്കൊരു തടയിടണമെങ്കിൽ പോലീസ് അന്വേഷണമൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. അദ്ദേഹത്തിന് ബസ്സിന് ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരിക്കും കല്ലടയ്ക്ക്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നിയമ സംവിധാനങ്ങൾക്ക് വഴങ്ങിയുള്ള ഒരു സർവീസ് മാത്രമേ ആകാൻ പാടുള്ളൂ. ഇവർക്കൊരു കുത്തക ഈ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതൊക്കെ സ്ഥാപിക്കപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം സർക്കാർ? അല്ല, ഇതിനകത്ത് മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് കാരിയേജിനും സ്റ്റേജ് കാരിയേജിനും പ്രത്യേക നിയമമുണ്ട്. 1994 ഹൈക്കോടതിയിൽ ആശീർവാദം എന്ന് പറഞ്ഞ ബസ് ഉടമകൾ കേസിന് പോയപ്പോൾ കോടതിയുടെ ഒരു വിധി ഉണ്ടായി. അതായത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന യാത്രക്കാരുടെ ലിസ്റ്റ് RTO ഓഫീസിൽ കൊടുത്ത് അവിടുന്ന് പെർമിറ്റ് വാങ്ങി വേഗം പോകാൻ എന്നായിരുന്നു. അല്ലാതെ ഇന്റർമീഡിയറ്റ് പോയിന്റിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ പറ്റില്ല. പക്ഷെ 94 വിധിക്കകത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് 10 പാസഞ്ചർ കയറിയാൽ അതൊരു കോൺട്രാക്ട്, കഴക്കൂട്ടത്ത് നിന്ന് 5 പേര് കയറിയാൽ മറ്റൊരു കോൺട്രാക്ട്, ആലപ്പുഴയിൽ നിന്ന് 3 പേര് കയറിയാൽ മറ്റൊരു കോൺട്രാക്ട്. ആ വിധിക്ക് അപ്പീൽ പോകാത്തതാണ് ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയ അപകടം. അപ്പൊ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇത് സുപ്രീം കോടതിയുടെ ഇത് കൊണ്ടുവരികയും മോട്ടോർ വാഹനത്തിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതനുസരിച്ചിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. ഇത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പം അത് എത്രമാത്രം ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കും. ഞാനിപ്പോൾ തിരുവല്ലയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇതിലെ കടന്നുപോയ ഒരു ബസ്സിലെ വാചകം എനിക്ക് എന്റെ നമ്പർ നോക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് കടന്നുപോയി. കേരളത്തിലെ പ്രമുഖ നടന്മാരുടെ എല്ലാം പടം വരച്ചു വെച്ചിട്ട് അതിന് പുറകിൽ എഴുതി വെച്ചിരിക്കുന്നു, നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ കയറി മാന്തുമെന്ന്. അങ്ങനെയാണോ ജനങ്ങളോട് പറയേണ്ടത്? അതൊരു തെറ്റായ മെസ്സേജാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പണമുണ്ട്, അധികാരമുണ്ട്, അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് യാത്രക്കാരുടെ കയ്യിൽ നിന്ന് തോന്നുന്നത് പോലെ പണം വാങ്ങിക്കുന്നു. അതിനുശേഷം അവര് പ്രാഥമിക ആവശ്യത്തിന് വഴിയിലൊന്ന് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തോർത്തോണ്ടാ പോകുന്നതെന്ന് ചോദിച്ച് അവരെ ആ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലും അനുവദിക്കുന്നില്ല. മോട്ടോർ വാഹന നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, എക്സ്പ്രസ് സൂപ്പർ ഡീലക്സ് ബസ്സുകൾക്ക് പോലും ഒരു യാത്രക്കാരൻ അത് പ്രായഭേദമന്യേ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വാഹനം അവിടെ നിർത്തിക്കൊടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഒരു കാര്യം കൂടെ, അതേസമയം ഇവര് അനധികൃതമായി ഒരു നിമിഷം ശ്രീ ഡിജോ കാപ്പൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഒരു സ്വകാര്യ ബസ് ഉടമ ഗാലക്സി ട്രാവൽസ് എന്ന സ്വകാര്യ സംവിധാനത്തിൻ്റെ പ്രതിനിധി ശ്രീ ഷാജി, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ ഷാജി, ഇത് ഇക്കാര്യത്തിൽ യോഗം നടക്കുകയാണ്, എല്ലായിടത്തും പരിശോധനകൾ നടക്കുന്നുണ്ട്, കല്ലടക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ഇത്തരം സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും നിയമവിധേയമാകണം. നാട്ടുകാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള കർക്കശമായുള്ള നിയന്ത്രണങ്ങൾ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും വഴങ്ങുകയല്ലേ നിങ്ങൾ ചെയ്യുക? തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ വരണം, നിയമവിധേയമായിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അതിന് നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക ഏത് ഫീൽഡിലായാലും നല്ലതും ചീത്തയും ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു കല്ലടയുടെ തന്നെ 130ഓളം സർവീസിൽ ഒരു സർവീസിലാണ് അത് ബാധിച്ചേക്കുന്നത്. ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സർവീസ് കൂടിയാണ് ഈ നൈറ്റ് സർവീസുകൾ. അപ്പൊ അതിന് പ്രത്യേക ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു പാസഞ്ചർക്ക് കൊണ്ട് ഒരു അനുഭവം വെച്ചിട്ട് മൊത്തത്തിൽ എല്ലാത്തിനെയും ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ശരിയായിരുന്നു. ഏത് ഫീൽഡിലായാലും ഉണ്ടാവില്ല, നല്ലതും ചീത്തയും ഉണ്ടാവില്ല. ഷാജി, നിങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിയമങ്ങൾ പാലിച്ചിട്ട് ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു തന്നെയാണോ നിങ്ങളുടെ സർവീസ് നടത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയും നടത്താൻ പറ്റും. ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ ഈ സർവീസുകൾ എല്ലാം ഇവർ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി, കല്ലട എന്ന് പറയുന്ന ആ സർവീസിനകത്തെ ഒരു യാത്ര ഇങ്ങനെ ബുദ്ധിമുട്ടിലായി, പ്രശ്നമുണ്ടായി, ആളുകളെ ആക്രമിക്കുന്ന നിലയുണ്ടായി എന്നത് വെച്ച് മുഴുവനായിട്ടും ഇതിനെ അങ്ങനെ കാണരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞതിനകത്ത് അല്പം കാര്യമുണ്ട്. എല്ലാ സർവീസുകളും എല്ലാ ജീവനക്കാരും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ജനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ? ആ വാഹനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ അത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ശ്രദ്ധിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളോട് പോലും 10-15 പേര് വിളിച്ചു പറഞ്ഞു, ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ ബ്രാൻഡ് നെയിമിലുള്ള വാഹനങ്ങളിലെ ജീവനക്കാരുടെ ബിഹേവിയർ വളരെ മോശമാണ്. നിങ്ങൾ എന്ന് മാത്രമല്ല ശ്രീ ഡിജോ കാപ്പൻ, ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ പിന്നീട് കല്ലടക്കെതിരെ എഴുതി.
ഇത് എനിക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പല ആളുകളും എഴുതി. അല്ല, അപ്പം അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇദ്ദേഹം ചെറിയ തോതിൽ തുടങ്ങി ഇന്നത് വലിയ ഒരു ബ്രാൻഡഡ് കമ്പനിയായി മാറി. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും എല്ലാ ജീവനക്കാരുടെ മേൽ നിയന്ത്രണം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ബാധിക്കുന്നേ ഇതൊക്കെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പ്രേക്ഷകരോട് ഒന്ന് സമ്മതിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഒരു വളരെ ഉന്നതനായ ഒരാള് അദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞു, അവൻ ഈ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്ലീപ്പർ ബസ്സുകളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ പെൺകുട്ടികളെ അയക്കരുത്, ഈ ടെലിവിഷൻ ചാനലിൽ കൂടി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പരിശോധന പോലും അതൊക്കെ അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളാണല്ലോ ശ്രീ ഡിജോ കാപ്പൻ. ഇവിടെ ഈ പറയുന്ന പോലെ ഇതിനകത്തുള്ള ജീവനക്കാരുടെ കാര്യമുണ്ടല്ലോ, ഇതിനകത്തുള്ള ജീവനക്കാരുടെ കാര്യം അവരാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. യാത്രക്കാരെ തല്ലുക എന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല ആളുകളും പറയുന്നത് ഈ ബസ് ഉടമകളുടെ ഗുണ്ടാപ്പടയാണ് ഇവരെന്നാണ്. ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും നിയമപരമായിട്ടുള്ള ഈ വകുപ്പ് നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടതായി വരികയില്ലേ? അല്ല, ഇതിനകത്ത് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു 3 കൊല്ലം കഴിയുമ്പോൾ ഹെവി എടുത്തിട്ട് ഹെവി ലൈസൻസ് ഉള്ളവരായിരിക്കണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല. കോൺട്രാക്ട് കാരേജ് ബസ്സുകളിൽ നിയമപരമായി ടിക്കറ്റ് അനുവദനീയമല്ല. ഇതിനകത്തെ പരിശോധനയും ആളുകളെ കയറ്റിയിരുത്തുന്ന ആളുകൾക്ക് യാതൊരു നിബന്ധനയുമില്ല. അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് പറയുന്നില്ല, അവന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അവനോട് കൂടുതൽ ആളുകളെ കയറ്റുക, കൂടുതൽ ലഗേജ് വാഹനത്തിൽ കയറ്റി പണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പല ബസ്സുകളും ആളുകളുടെ തിരക്ക് കാരണം യാത്രക്കാരെ ഞങ്ങൾക്ക് കിട്ടും, പിന്നെ ലഗേജ് എന്നുള്ള വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വന്നത് അവിടെയാണ്. ഒരു യാത്രക്കാരൻ പ്രാഥമിക ആവശ്യത്തിന് വാഹനം നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ ബുദ്ധിമുട്ടാ. എത്ര തിരക്കുള്ള ടൗണിലും പൂക്കൾ ഇറക്കാൻ അല്ലെങ്കിൽ സ്റ്റേഷനറി സാധനങ്ങൾ ഇറക്കാൻ ഒരു സ്റ്റോപ്പും ഇല്ലാത്ത വാഹനം നിർത്തി കൊടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ യാത്രക്കാരോടില്ലാത്ത ഒരു സ്നേഹം ഇതിനകത്ത് കയറ്റുന്ന ലഗേജിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്നു? അത് സാമ്പത്തിക ലാഭം മാത്രമാണ്. അപ്പൊ ഇത് സാമ്പത്തിക ലാഭം മാത്രം വെച്ചുകൊണ്ടല്ല ഈ സർവീസ്. ഇത് ബസ് സർവീസ് എന്നാ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. അത് ഗവൺമെന്റും അങ്ങനെയൊക്കെ ആയത് കൊണ്ടായിരിക്കും ഗവൺമെന്റിന്റെ സർവീസിലും ഒക്കെ ഒരു സർവീസിന്റെ മാനം കഴിഞ്ഞിട്ട് അതൊരു പിടിച്ചുപറിക്കുന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഡിജോ കാപ്പൻ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ ഷാജി, ഇവിടെ ഈ നിങ്ങളുടെ സർവീസുകൾ തന്നെയും പൂർണ്ണമായിട്ട് നിയമവിധേയമായിട്ടുള്ളതല്ല. പ്രാഥമികമായി തന്നെ നോക്കിയാൽ പിന്നീട് ആളുകളുടെ ഒരു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ യാത്രക്കാർക്ക് വേണ്ട സർവീസുകൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നില്ല എന്നതുകൊണ്ട് ഈ സർവീസുകൾ ആവശ്യവുമാണ്. അപ്പോൾ അതിനകത്ത് കാണിക്കേണ്ടുന്ന ഒരു സൗകര്യം അല്ലെങ്കിൽ ആളുകളെ അതിനകത്തുള്ള നിയന്ത്രണങ്ങൾ സ്വയം വരുത്തേണ്ടതാണ്. അക്കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഉത്തരവാദിത്തം കണ്ണു തുറക്കൽ ഈ സംഭവം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ സർക്കാർ അതുപോലെ വകുപ്പ് നടത്തുന്ന എന്ത് കാര്യങ്ങൾക്കും നിയമവിധേയമായിട്ട് വഴങ്ങുകയാണല്ലോ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്കളുടെ മറുപടി എന്തായിരിക്കും? ഈ കാര്യങ്ങൾക്കെല്ലാം വഴങ്ങിയല്ലേ മുന്നോട്ട് പോവുക? തീർച്ചയായും ഗവൺമെന്റ് വിശ്വസിക്കുന്ന എല്ലാ നിയമ നടപടികളും നിയമവിധേയമായിട്ട് മാത്രം നടത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഷാജി ഞങ്ങളോട് സംസാരിച്ച ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹം ടെലിഫോൺ ലൈനോട്. ശ്രീ തിരുവഞ്ചൂർ, ഇക്കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെ വല്ലാത്ത തോതിൽ നിയന്ത്രണ വിട്ടങ്ങ് പോയിട്ട് ഒടുവിൽ ആളുകളെ മർദ്ദിക്കുന്ന വിധത്തിലേക്ക് ഇങ്ങനെ വലിയ തോതിൽ നാട് മുഴുവൻ ചർച്ചയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമുക്ക് ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലാണ് ഇതിനെ നിയന്ത്രിക്കാനാവുക? നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഓഫൻസസ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇവരെ രജിസ്ട്രേഷൻ ഇവിടെ ബാംഗ്ലൂരിൽ വെച്ചാണ്, കർണാടക രജിസ്ട്രേഷൻ വെച്ചിട്ട് ടാക്സ് കൊടുക്കാതെ ഇവർ പോകുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒഫൻസാണ്. അപ്പൊ അവർക്കെതിരായിട്ട് നിയമ നടപടികൾ എടുത്ത് ഇതുപോലുള്ള ഒരു ആദ്യം പിടിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഒരു ബസ്സിനെ കുറിച്ചുള്ള ആക്ഷേപം പുറത്തു വന്നത്. പക്ഷെ ഇതുപോലെയുള്ള ടാക്സ് ഇവേഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കർക്കശമായ ഒരു നിലപാട് ഗവൺമെന്റ് എടുത്തേ മതിയാകൂ. അതിന് ഗവൺമെന്റ് അധികാരമുണ്ട്. ഗവൺമെന്റ് ആ കാര്യത്തിനകത്തൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഒന്ന്. രണ്ടാമത്തത്, നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് അവർക്കൊരു പെർമിറ്റ് കിട്ടുമ്പോൾ ആ പെർമിറ്റിൽ നിശ്ചയമായും ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധന വിരുദ്ധമായി പെരുമാറുന്ന ആളുകളുടെ വണ്ടി കോൺഫിസ്കേറ്റ് ചെയ്യുന്നതിൽ പോലുമുള്ള അധികാരം ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് ഗവൺമെന്റ് അത് ചെയ്യാൻ കഴിയും. അത് ചെയ്യണം എന്നുള്ള ശക്തമായ നിലപാട് ഈ സമൂഹത്തിലെ ഒട്ടനവധി ആളുകൾക്കുണ്ട്. ഗവൺമെന്റ് അതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് ആലോചിച്ചേ മതിയാകും. മൂന്നാമത്തെ പ്രശ്നം ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഈ മണ്ണിൽ നടക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിന് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിനേക്കാൾ അപ്പുറത്ത്
ഇവിടെ നിയമസമാധാനത്തിന്റെ അടിസ്ഥാനത്തിൽ IPC വ്യവസ്ഥ അനുസരിച്ചുള്ള കേസുകൾ എടുക്കണം. ഇപ്പോ ഏതാണ്ട് ചർച്ച ചെയ്ത് ഇത് ഏതാണ്ട് ഒരു മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ ലംഘനം മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് ഇത് ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ല, അതിനേക്കാൾ അപ്പുറത്തുണ്ട്. നിയമസമാധാന ലംഘനമുണ്ട്, ഒരു പൗരന്റെ അവകാശത്തിന്റെ മേൽ കടന്നുകയറ്റമുണ്ട്. IPC വ്യവസ്ഥ അനുസരിച്ചുള്ള കേസുകൾ ഇവർക്കെതിരെ എടുക്കാം. ഏതൊക്കെ കേസെടുത്തു എന്നുള്ളത് മാധ്യമങ്ങളിൽ വരാത്തത് കൊണ്ട് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ശക്തമായ നടപടിയെടുത്തേ മതിയാവൂ. ശ്രീ തിരുവനന്തപുരത്തിന്റെ പ്രാഥമികമായി തന്നെ ഈ ബസ് സർവീസ് തന്നെയും നിയമലംഘനം നടത്തിക്കൊണ്ടാണ് നടക്കുന്നത് എന്നാണല്ലോ. അല്ലെങ്കിൽ ഈ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പാകത്തിനുള്ള നിയമങ്ങളില്ല, അത് പിന്നീട് ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങ് നടക്കുന്നു എന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത് തടസ്സപ്പെടുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിൽക്കട്ടെ, ഇത് നിയമം ഉണ്ടായിട്ട് അല്ലെങ്കിൽ നിയമങ്ങൾക്കനുസരിച്ച് പോയാൽ മതി എന്ന തീരുമാനമെടുത്താൽ യാത്രക്കാർ വലയുകയല്ലേ ചെയ്യുക. പ്രത്യേകിച്ചും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സർവീസുകൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇല്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഈ ഫ്ലിൻസി ആയിട്ടുള്ള ആർഗ്യുമെന്റ് വെച്ചാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം മറയിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ മറ്റ് യാത്രക്കാർ കുഴയും എന്ന് പറയുന്നത് ശരിയല്ല. KSRTCക്ക് പെർമിറ്റ് കൊടുത്ത കാലത്ത് ഈ വണ്ടികൾ തന്നെയാണ് KSRTCയെ ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ തടയുന്നതിന് വേണ്ടി ഇവിടെ ബാംഗ്ലൂരിൽ ശ്രമം ഉണ്ടായത്. അപ്പൊ KSRTC പെർമിറ്റ് കൊടുക്കണം. ആ പെർമിറ്റ് കൊടുക്കണമെന്ന് വരികിൽ ഇന്റർസ്റ്റേറ്റ് എഗ്രിമെന്റ് വേണം. ഇന്നിപ്പോ ഉള്ള നിലവിലുള്ള ഇന്റർസ്റ്റേറ്റ് എഗ്രിമെന്റ് അനുസരിച്ച് കർണാടകത്തിലും കേരളത്തിലും എത്ര കിലോമീറ്ററാണ് ഓടാൻ കഴിയുന്നത് എന്നുള്ള വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വേണമെന്ന് വരികിൽ കുറച്ചും കൂടി കൂട്ടണം. കർണാടക ഗവൺമെന്റിന്റെ കൂടി ഇൻട്രസ്റ്റ് അതിൽ അറിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ ദൂരത്തിൽ ഓടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഇന്റർസ്റ്റേറ്റ് ബസ്സിൽ 2 സംസ്ഥാനത്തെ വാഹനങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് കർണാടക ഗവൺമെന്റുമായിട്ടേക്ക് എത്തിയിട്ട് ഇതുപോലുള്ള കുറവ് വന്നാൽ കുറവ് നികത്താൻ കഴിയത്തക്ക വിധത്തിൽ എത്ര പുതിയ ബസ് സർവീസ് ആരംഭിക്കണമെന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു കാൽക്കുലേഷൻ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഗവൺമെന്റുമായി സംസാരിച്ച് കേരളത്തിലെ ബസ്സുകൾ കൂടുതൽ ഓടിക്കുവാനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബസ്സുകൾ കർണാടകത്തിന് കൊടുക്കാനും എത്ര കിലോമീറ്റർ എന്നുള്ളതാണ് വ്യവസ്ഥ. കർണാടകത്തിന് കൊടുക്കാനുമുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സംസ്ഥാന തലത്തിൽ തന്നെ സ്റ്റേറ്റിന്റെ കയ്യിൽ തന്നെ നിൽക്കും. ശരി, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്. അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ പോകും, വകുപ്പ് പോകുമെന്നാണ് പ്രതീക്ഷിക്കാനാവുക. ഈ ആളുകളുടെ ബുദ്ധിമുട്ടുണ്ടാകാനും പാടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കുത്തകയാക്കി വെച്ച് അതിക്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഈ ബസ് സർവീസുകാരെ പൂർണ്ണമായി തന്നെ തടയുകയും വേണം. അതിനുള്ള ആലോചനകളുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഗതാഗത വകുപ്പ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒരുപക്ഷെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ചതുപോലുള്ള കാര്യങ്ങളടക്കം അവിടെ ചർച്ചയാവുകയും ആ നിർദ്ദേശങ്ങളടക്കം സ്വീകരിക്കപ്പെടുകയും ചെയ്യുമായിരിക്കും. കല്ലട ബസ്സിലുണ്ടായതിന് സമാനമായ രീതിയിൽ ജീവനക്കാരുടെ മർദ്ദനമേറ്റിട്ടും ക്രൂരമർദ്ദനമേറ്റിട്ടും നടപടി ഉണ്ടായില്ല എന്ന അനുഭവ സാക്ഷ്യവുമായി കൊച്ചി സ്വദേശി മുൻ SP S ഗോപിനാഥനാണ് ഹിന്ദുസ്ഥാൻ ട്രാവൽസ് ബസ്സിൽ മകന് മർദ്ദനമേറ്റിട്ടും നീതി ലഭിച്ചില്ല എന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. പല കേസുകളിലും പരാതിക്കാരെ തന്നെ പോലീസ് പ്രതിയാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. സ്വന്തം മകനെ കൺമുന്നിൽ വെച്ചാണ് ബസ്സിലെ ജീവനക്കാർ തല്ലിച്ചതച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മകനെ പിതാവ് S ഗോപിനാഥൻ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് മരട് പോലീസിൽ പരാതിയും നൽകി. 2014 സംഭവം. പക്ഷേ പിന്നീട് പരാതിക്കാരനായി പ്രതി. SP റാങ്കിൽ പോലീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ്റേതാണ് ഈ അനുഭവ സാക്ഷ്യം. പോലീസിൻ്റെ സംരക്ഷണയോടുകൂടിയാണ്, പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ ഇപ്പോഴും ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നെപ്പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും? ചെന്നൈയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ ട്രാവൽസിന്റെ ബസ്സിലാണ് ഗോപിനാഥന്റെ മകൻ എറണാകുളത്തേക്ക് വന്നത്. ബസ്സിലെ AC പ്രവർത്തിക്കാത്തതിനെ ചൊല്ലി ഇടയ്ക്ക് ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ബസ് എറണാകുളത്തെത്തിയപ്പോൾ നടുറോഡിൽ വെച്ചായിരുന്നു മർദ്ദനം. അങ്ങനെ വൈറ്റിലോന്ന് ഇറങ്ങിയപ്പോൾ ഈ ക്ലീനറും ഇവനാണ്ട് മെസ്സേജ് കൊടുത്തു. അങ്ങനെ ഈ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി മോനെ തല്ലി. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്, വൈറ്റിലെ അമ്പലത്തിൻ്റെ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ് കാറ് വിട്ടുകൊണ്ട്. ഈ വണ്ടി വന്ന കണ്ടുകൊണ്ട് ആൾ കൂടുന്നുണ്ട്. ഞാൻ ഓടി അങ്ങിയാന്നപ്പോഴത്തേക്ക് മോനിങ്ങനെ രക്തത്തിൽ കുളിച്ച് ഷർട്ട് മുഴുവൻ രക്തം ഒലിച്ച് നിൽക്കുകയായിരുന്നു. ഗോപിനാഥിന്റെ പരാതിയെ തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്തി. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് ചില പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ യഥാർത്ഥ ഉത്തരവാദികൾക്കല്ല സസ്പെൻഷൻ ലഭിച്ചതെന്ന് ഗോപിനാഥൻ പറയുന്നു. പരാതിയുമായി അദ്ദേഹം ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ്. വൈകിയെങ്കിലും നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ. ന്യൂസ് 18 കൊച്ചി.
അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്കെതിരെ വ്യാപകമായ പരാതികൾ ഉയരുന്നതിനിടെ ബസ്സുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിക്കുക തന്നെയാണ്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയും പരിശോധനകൾ നടത്താതെയുമാണ് പല ബസ്സുകളും സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് കല്ലടയുടെ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് യാത്രക്കാരിലും നാട്ടുകാരിലും പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. കല്ലട ബസ്സിലെ ജീവനക്കാർക്കെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെയാണ് ബസ്സുകളുടെ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ഉയരുന്നത്. കല്ലട ട്രാവൽസിന്റെ ബംഗളൂരു ബസ് കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി പോകുന്നതിനിടെ പെരുവഴിയിൽ കുടുങ്ങി. കാസർഗോഡ് മെൽപ്പറമ്പിന് സമീപം ചങ്കിയക്കോടിലെത്തിയപ്പോഴാണ് ബസ്സിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ബസ്സിന് അകത്തും പുക വ്യാപിച്ചതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ ഇറങ്ങിയോടി. ഈസ്റ്റർ നാട്ടിലേക്ക് പുറപ്പെട്ട യാത്രക്കാർക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ബസ്സുകൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോകൾക്ക് ഇന്ന് തുടക്കമാകും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. എന്നാൽ അതിനു മുന്നോടിയായുള്ള റോഡ് ഷോകൾക്ക് ഇന്ന് തുടക്കമാവുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ബനാറസ് സർവകലാശാലയുടെ സ്ഥാപകൻ കൂടിയായ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ബനാറസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. 7 കിലോമീറ്ററാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നത്. ഇതിൽ 150 കേന്ദ്രങ്ങളിൽ ആണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ മദൻപുര, സോനാപുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അടക്കം പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അവസാനിക്കാൻ പോകുന്നത്. ദേശവാസ്ഘട്ട് എന്ന ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ വൈകിട്ട് 7 മണിക്ക് അദ്ദേഹം പങ്കെടുക്കുകയും ഗംഗ ആരതി നടത്തുകയും ചെയ്യും. ഈ നിലയിലാണ് ഇന്നത്തെ റോഡ് ഷോ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകിട്ട് ഹോട്ടലിൽ താമസിക്കുന്ന നരേന്ദ്രമോദി ചില പ്രധാനപ്പെട്ട നേതാക്കളുമായി ഉൾപ്പെടെ രാത്രി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതൊക്കെ നേതാക്കൾ, പ്രമുഖർ എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതുമില്ല. ഒപ്പം നാളെ രാവിലെ ബൂത്ത് തല പ്രവർത്തകരുമായി നേരിട്ട് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. രാവിലെ 9 മണിക്കാണ് ആശയവിനിമയം നടത്തുന്നത്. 1 മണിക്കൂർ നീളുന്ന നേരിട്ടുള്ള ആശയ സംവാദമാണ് ഈ പരിപാടി. അതിനുശേഷം രാവിലെ 10 മണിക്ക് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കളക്ട്രേറ്റിലേക്ക് പുറപ്പെടുക. ഈ കളക്ട്രേറ്റിലേക്കുള്ള യാത്രയും ഒരു റോഡ് ഷോ പോലെ തന്നെയാണ് BJP ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ റോഡ് ഷോയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ളവർ ഈ റാലിയിൽ പ്രധാനമന്ത്രിയെ അനുഗമിക്കുകയും ചെയ്യും. ഇതിനുശേഷം റാലിയായി എത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി കളക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. വാരാണസിയെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചിരുന്നു. അതിൽ വാരാണസിയാണ് അദ്ദേഹം നിലനിർത്തിയത്. AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ 3,37,000 വോട്ടുകൾക്കായിരുന്നു വാരാണസിയിൽ പ്രധാനമന്ത്രി തോൽപ്പിച്ചത്. അതിനുശേഷം വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി, വിജയത്തിന് മുമ്പും ശേഷവും അദ്ദേഹം റോഡ് ഷോ നടത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പ്രിയങ്ക ഗാന്ധിയോടെ മത്സരിക്കും എന്ന അല്ലെങ്കിൽ മത്സരിക്കാനിടയുണ്ട് എന്ന സൂചനകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ടല്ലോ. അവർ അതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ SP BSP സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി കൂടെ മത്സര രംഗത്തുണ്ടാവുക എന്നതിന് എത്രത്തോളം സാധ്യതയുണ്ട്? എത്രത്തോളം സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും കാണുന്നുണ്ട്? സനീഷ്, KP അഭിലാഷിലേക്ക് തിരിച്ചു വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുക തന്നെയാണ്. നാമനിർദ്ദേശ പത്രിക നാളെയാണ് സമർപ്പിക്കുക. പക്ഷേ ഇന്ന് അദ്ദേഹം വിവിധ പൂജകളും മറ്റുമായിട്ട് അവിടെ വാരണാസിയിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കും. KP അഭിലാഷ് ടെലിഫോണിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തുണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്?
സനീഷ, ആ സാധ്യത നമുക്ക് ഇപ്പോഴും തള്ളിക്കളയാൻ സാധിക്കുകയില്ല. എന്നാൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെടുമ്പോൾ അതിലൊരു സ്ഥിരീകരണം പുറത്തു വരുന്നുമില്ല. മത്സരിക്കാൻ ഒരുക്കമാണ്, പ്രധാനമന്ത്രിക്ക് എതിരെ തന്നെ മത്സരിക്കാൻ താൻ ഒരുക്കമാണ് എന്ന വസ്തുത പ്രിയങ്ക ഗാന്ധി ആവർത്തിക്കുന്ന പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ വയനാട്ടിലടക്കം എത്തിയപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ ഹൈക്കമാൻഡാണ് ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നാണ്. ഒരുപക്ഷെ ഏതാനും 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയും ചെയ്യും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് തോൽക്കുകയോ മത്സരിച്ച് വിജയിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അവിടെ ഏത് നിലയിലായിരിക്കും പ്രിയങ്ക മത്സരാർത്ഥിയായി എത്തിയാൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, വിജയ സാധ്യത എത്രത്തോളമുണ്ട്, ആ വിജയ സാധ്യതയ്ക്കൊപ്പം തന്നെ പരാജയപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ ഏത് തരത്തിൽ ബാധിക്കും, ഇത്തരം കാര്യങ്ങൾ കൂടി ഗഹനമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് എത്തുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി തന്നെ വാരണാസി മാറുകയും. നന്ദി ശ്രീ കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകിയതിന്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രാജ്യത്തെ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന നിലയിലേക്ക് ഇപ്പോൾ തന്നെ വാരണാസിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നത് അവിടെയാണ്. ഈ പ്രിയങ്ക ഗാന്ധി കൂടെ മത്സരരംഗത്തേക്ക് വരിക എന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ മത്സരം കടുക്കുകയും ആ ശ്രദ്ധ ഇരട്ടിയിലധികമാവുകയും ചെയ്യും. അതിൻ്റെ വിവരങ്ങളാണ് അദ്ദേഹം ഇന്ന് റോഡ് ഷോ നടത്തും. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നരേന്ദ്രമോദി വാരണാസി മണ്ഡലത്തിൽ നൽകുക. മറ്റു വാർത്തകളിലേക്ക്. 2014 മോദി തരംഗത്തിൽ ഇളകാതെ നിന്ന സമാജ്വാദി പാർട്ടി ശക്തി കേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ കനൌജ് മണ്ഡലം. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് ഇത്തവണ മണ്ഡലത്തിൽ നിന്ന് ഹാട്രിക്കാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനൌജ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 5-ൽ 4 സീറ്റും ജയിച്ചതാണ് BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകം. ഉത്തർപ്രദേശിൽ വലിയ വിജയം നേടിയായിരുന്നു നരേന്ദ്രമോദി കേന്ദ്രഭരണം പിടിച്ചത്. ആകെയുള്ള 80 സീറ്റിൽ 73 NDA നേടിയപ്പോൾ സമാജ്വാദി പാർട്ടിക്കൊപ്പം നിന്ന 5 മണ്ഡലങ്ങളൊന്നായിരുന്നു കനൌജ്. സോഷ്യലിസ്റ്റ് ആചാര്യൻ രാം മനോഹർ ലോഹ്യ, സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവ്, നിലവിലെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയവരെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലം. അഖിലേഷ് യാദവ് ഹാട്രിക് വേണ്ടിയിട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യമിടുകയാണ് ഭാര്യ ഡിംപിൾ യാദവ്. 1998 മുതൽ സമാജ്വാദി പാർട്ടിയെ മാത്രം ജയിപ്പിക്കുന്ന മണ്ഡലമാണ് കനൌജ്. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ 2 തവണ മാത്രമേ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളൂ. 1971-ലും 1984-ലും 96-ൽ BJP ജയിച്ചു. ഇതൊഴിച്ചു നിർത്തിയാൽ 12 തവണയും സോഷ്യലിസ്റ്റുകൾക്കായിരുന്നു ജയം. മോദി തരംഗം വീശിയ കഴിഞ്ഞ തവണ 19,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഡിംപിളിന്റെ ജയം. ഇത്തവണ BSPയുമായി സഖ്യമുള്ളതിനാൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ഡിംപിളിനോട് കഴിഞ്ഞ തവണ ഏറ്റുമുട്ടി പരാജയപ്പെട്ട BSP നേതാവ് നിർമ്മൽ തിവാരിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. महिलाओं की सुरक्षा और स्वास्थ्य तीनों ही बहुत ही महत्वपूर्ण हैं, लेकिन चुनावी मुद्दे नहीं बन पाते हैं। ये बहुत ही दुर्भाग्य है इस देश का, और जिस दिन ये चुनावी मुद्दा बन जाएगा तो मैं समझती हूँ महिलाओं की स्थिति। डिंपल जी, जैसे परिवार की लड़ाई है, परिवार की लड़ाई में किसको देखती है, कौन जीत रहा है? कोई परिवार की लड़ाई है और किसी को भी कहीं से भी लड़ने का हक है, अधिकार है, और अगर कोई लड़ना चाहता है तो मैं समझती हूँ इसमें कोई बुरा मानने वाली कोई बात नहीं। കഴിഞ്ഞ തവണ ഡിംപിളിനോട് തോറ്റ സുബ്രത പതക്കാണ് ഇത്തവണയും BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 1.79% വോട്ടിന്റെ മാത്രം വ്യത്യാസം നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്ന് പതക്. ഇതിനു പുറമെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രകടനമാണ് BJPക്ക് പ്രതീക്ഷ നൽകുന്നത്. കനൌജ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4-ലും BJP വിജയിച്ചപ്പോൾ കനൌജിൽ മാത്രമായിരുന്നു സമാജ്വാദി പാർട്ടി ജയം നേടിയത്. ഏപ്രിൽ 29-ന് 4ാം ഘട്ടത്തിലാണ് കനൌജിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന കേസ് സുപ്രീം കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ഗൂഢാലോചന ആരോപിച്ച് അഡ്വക്കേറ്റ് ഉത്സവ് ബെയിൻസ് നൽകിയ സത്യവാങ്മൂലം കോടതി പരിഗണിക്കും. ഗൂഢാലോചന ആരോപണത്തിൽ അന്വേഷണം വേണമോ എന്നതിൽ കോടതി തീരുമാനമെടുത്തേക്കും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി RSS വിളിച്ചു ചേർത്ത യോഗം കൊച്ചിയിൽ തുടങ്ങി. BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, O രാജഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്ത് വിജയം ഉറപ്പാണെന്ന് കുമ്മനം പറഞ്ഞു. വിവരങ്ങളുമായി N ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എവിടെ വെച്ച്, എപ്പോഴാണ് യോഗം, ആരൊക്കെയാണ് പങ്കെടുക്കുന്നവർ?
എറണാകുളത്ത് RSSന്റെ തന്നെ ഹാളിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. വിവിധ പരിവാർ സംഘടനകളുടെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അവലോകനമാണ് ഉണ്ടാകുക എന്നാണ് നേതാക്കൾ പറയുന്നത്. അതായത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ RSS ചില നിർദ്ദേശങ്ങൾ നേതാക്കൾക്ക് നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ എത്രമാത്രം പാലിക്കപ്പെട്ടു എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ അവലോകനം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവരുടെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളായ തിരുവനന്തപുരം, തൃശ്ശൂർ, അതേപോലെ പത്തനംതിട്ട എന്നിവിടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് RSSന്റെ വിലയിരുത്തൽ. അതേസമയം ചില ഘടകകക്ഷികൾക്ക് നൽകിയ, പ്രത്യേകിച്ച് BDJSന് നൽകിയ സീറ്റുകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരാതിയും RSSനുണ്ട്. ഇതൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗത്തിനെത്തിയ കുമ്മൻ രാജശേഖരനും അതേപോലെ മറ്റു സ്ഥാനാർത്ഥികളുമൊക്കെ മികച്ച വിജയം നേടും എന്നുള്ള അവകാശവാദം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ച ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കണ്ണൂരേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം ഈ RSS നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമുണ്ടാകുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. മികച്ച ഭൂരിപക്ഷം നേടും. കണക്കുകളെല്ലാം തെറ്റും. ന്യൂനപക്ഷങ്ങൾ മാത്രമാണെന്ന് എങ്ങനെ പറയുന്നത്? വോട്ടർമാരെല്ലാം ശക്തമായിട്ട് വോട്ട് ചെയ്തു. ന്യൂനപക്ഷ ഭൂരിപക്ഷമൊന്നുമില്ല. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഞങ്ങൾ കിട്ടില്ല നിങ്ങളെങ്ങനെ പറയുന്നു? ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഇത്തവണ ഞങ്ങൾക്ക് കിട്ടും. കേരള തമിഴ്നാട് തീരങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, ശംഖുമുഖം, വലിയതുറ ഭാഗങ്ങളിൽ ഇന്നലെ ഉണ്ടായ വേലിയേറ്റത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. റവന്യൂ മന്ത്രി അല്പസമയത്തിനകം വലിയതുറ സന്ദർശിക്കും. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എത്രയ്ക്ക് ജാഗ്രത ആവശ്യമുള്ള നിർദ്ദേശമാണ് ആ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്? വലിയ ജാഗ്രത വേണം. ഈ ഒരു നിർദ്ദേശപ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് 24 മണിക്കൂറിനകം ന്യൂനമർദ്ദം രൂപപ്പെടും എന്നുള്ളതാണ് റിപ്പോർട്ട്. ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ കേരള തീരത്തിലും തമിഴ്നാട് തീരത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇതിന് മുൻപ് തന്നെ, അതായത് ഇന്നലെ ഉണ്ടായ വേലിയേറ്റത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ ആണ്, വലിയതുറയിലുണ്ടായ നാശനഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയതുറ പാലത്തിനോട് ചേർന്ന് ഉള്ള ഏകദേശം 10ഓളം വീടുകൾ ഈ പ്രദേശത്ത് പൂർണ്ണമായി തിരയെടുത്ത് പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നതാണ്. രാത്രിയോടുകൂടിയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന വീട് തകർന്നത്. ഇതേ സാഹചര്യമായിരുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം. സ്വാഭാവികമായി പെട്ടെന്നുണ്ടായ ഈ തീരത്തേക്ക് വലിയ രീതിയിലുള്ള തിരമാലകൾ അടിച്ചു വരുമെന്നുള്ള നിർദ്ദേശം ഇവർക്ക് നൽകിയിരുന്നില്ല എന്നാണ് പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും വീടിൻ്റെ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രിയിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ കിടക്കുകയായിരുന്നു. കാരണം ഭാര്യയും മക്കളെയൊക്കെ ഞാൻ പല സ്ഥലത്തോട്ടൊക്കെ മാറ്റി. കാരണം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഉണ്ടായ സംഭവമാണ് ഇവിടെയെല്ലാം. എന്നിട്ട് ഇന്നലെ രാത്രിയിൽ കറക്റ്റായിട്ട് 11:09 സമയത്ത് എൻ്റെ അപ്പുറത്തുള്ള ഒരു കൂട്ടുകാരൻ, എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അങ്കിളെ എഴുകിയെന്ന് പറഞ്ഞ് തട്ടി എഴുപ്പിച്ചപ്പോൾ ഞാൻ കതവ് തുറന്ന് 11:10 ആ ഗേറ്റിൻ്റെ വാതിലിൻ്റെ അടുത്ത് നിന്നതും ആ സമയത്താണ് ഇത് വീട് നിലം പതിക്കുന്നത്. ആ സമയത്ത് ഞാനും ആ കുട്ടികളും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നലെ ഇത് സംഭവിച്ചത്. അത്രയ്ക്കും കടൽക്ഷോഭവും ഇപ്പം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്ത് പരിഹാരം ചെയ്യുമെന്നോ ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല. ഗവൺമെൻറ്റുകാർ വരുന്നു പോകുന്നു, ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ഭാഗങ്ങൾ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അതിൻ്റെ ശക്തിയുടെ കൂടെ അങ്ങനെയൊക്കെ നിന്നു. ഇനിയിപ്പോൾ താമസിക്കാൻ എന്തായാലും പറ്റത്തില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഫ്ലാറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ നിന്ന് കയറി പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ കിടക്കുന്ന ഫ്ലാറ്റ് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇനിയെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് 1 മണിക്കൂറിനെങ്കിൽ 1 മണിക്കൂർ, ഒരു ദിവസത്തിനുള്ളിൽ തരാനുള്ള ഇത് ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. റവന്യൂ മന്ത്രി അല്പസമയത്തിന് ഇവിടെ എത്തും. എന്തായാലും നിങ്ങളുടെ വിഷമങ്ങൾ അത് നേരിട്ട് കാണുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് എത്ര ദിവസമായി? കഴിഞ്ഞ തവണയും ചെറുതായിട്ട് കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ കടൽ വന്ന് അടിച്ചു. ഈ 14-15 ദിവസം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വരെ കാശ് മുടക്കി ഇവിടെ ഒരുപാട് രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തു. എന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യവും എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെയും തിരമാലകൾ വരുന്നു. അതിനെ തോണ്ടി എടുത്തു. അതിനെല്ലാം ഇപ്പോൾ ഇതാ നശിപ്പിച്ച് കയ്യിൽ തന്നു. സനീഷ്, മറ്റൊരു വീട്, അതിനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു വീട്, ഈ ഭാഗത്ത് മറ്റൊരു കട്ടൗട്ട് നിർമ്മിച്ച ഒരു വീടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അത് കഴിഞ്ഞ ദിവസം പോയിരുന്നു. അതിനുശേഷമാണ് താൽക്കാലികമായി ഇത്തരമൊരു സംവിധാനം ഒരുക്കിയത്. അതും ഇന്നലെ രാത്രിയുടെ മഴയിൽ പോയി, തിരമാലയിൽ പോയി. ഇന്നലെ എന്തായിരുന്നു ചേട്ടാ സംഭവിച്ചത്?
ഇന്നലെ ഒരു 10 മണിക്ക് ശേഷം, രാവിലെ 10 മണിക്ക് ശേഷം തിരമാലകൾ ശക്തമായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു 2 മണി 3 മണിക്കുള്ളിൽ ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തിരമാലകളുടെ പ്രശ്നമായിരുന്നു ഇവിടെ. പിന്നെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് മാറി നിന്നു. പക്ഷേ നമ്മൾ സ്വയം രക്ഷപ്പെട്ടു, അല്ലാതെ ആരും നമ്മളെ രക്ഷപ്പെടുത്തിയതെന്നല്ല. നിങ്ങൾക്ക് ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതുവരെ നിങ്ങൾക്ക് മറ്റൊരു സംവിധാനം ഒരുക്കാനോ ഒന്നും ഇതുവരെ സർക്കാർ സംവിധാനങ്ങൾ സഹായങ്ങളുമായിട്ട് ഒന്നും ഉണ്ടായില്ല. ഓരോരുത്തർ കാണുന്നവർ പറയും അവിടെ പോയി താമസിച്ചൂടെ, ഇവിടെ പോയി താമസിച്ചൂടെ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ വീട് പിന്നെ വാടകയ്ക്ക് കിടക്കുമ്പോൾ അഡ്വാൻസ് കൊടുക്കണം, മാസം തോറും വാടക കൊടുക്കണം. എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല, ഒന്നിലും ഒരു വരുമാനമില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞു പോകണത്, ഞാൻ എൻ്റെ വൈഫും. പക്ഷേ നമ്മളിവിടെ വാടകയ്ക്ക് എങ്ങനെ പോവും? വാടക കൊടുക്കണ്ടേ? അപ്പോൾ ഒരു നിവൃത്തിയും ഇല്ല. സർക്കാരിൽ നിന്നോ ഈ ഇടവകയിൽ നിന്നോ ഒരു ഗ്ലാസ് കുടിവെള്ളത്തിന് പോലും ഒരു സഹായം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സനീഷ്, കഴിഞ്ഞ 6 മാസം മുൻപ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് പൂർണ്ണമായി മഴയിൽ തകർന്നു പോയിരുന്നു. അതിനുശേഷം ആണ് ഇത്തരമൊരു താൽക്കാലിക സംവിധാനം ഒരുക്കി ഇവിടെ താമസിച്ചു തുടങ്ങിയത്. എന്തായാലും വലിയൊരു ദുരന്ത കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇന്നലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ അവസ്ഥ? ഇന്നലെ ഉച്ചവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കൂടെ മൊത്തമായിട്ട് തകർന്നത്. കാരണം ഇവിടെ ഇപ്പം ആരും, പുള്ളി നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ആരും ഒന്നും നോക്കുന്നില്ല. വരുന്നവർ ഇവിടെ വരുന്നു, അവർ പോകുന്ന പോക്ക് തന്നെ. പിന്നെ അവരെ കാണാൻ വേണ്ടി അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഏതാണ്ട് കുത്തിയടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ വരുന്ന തിരമാലകളെ നോക്കി എണ്ണി ഇരിക്കുന്നതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. നമുക്കൊരു സംരക്ഷണം ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ള ആ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതാണ് ഇവരുടെ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടുകൾ കണ്ണു തുറന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു ന്യൂനമർദ്ദ മുന്നറിയിപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തീരപ്രദേശത്തെ വീടുകൾ അത് പൂർണ്ണമായി വീടുകളിലേക്ക് തിരകൾ അടിച്ചു കയറുന്നു. തീരപ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ നശിച്ചു തുടങ്ങിയിരിക്കുന്നു, തകർന്നു തുടങ്ങിയിരിക്കുന്നു. കാലങ്ങളായി അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടുകൾ അത് ഒരു നിമിഷം കൊണ്ട് കടലെടുത്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇതുകൊണ്ടുകൂടിയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം 24 മണിക്കൂറിനകം ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും അത് ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ മാസം 30-ന് കേരള തീരത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ തീരപ്രദേശത്ത് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് മുതൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്. കൂടാതെ ദീർഘകാലത്തേക്ക് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ നാളെ വൈകിട്ടിന് മുമ്പ്, അതായത് 26-ന് രാത്രിയാകുന്നതിന് മുമ്പ് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് നീങ്ങണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നന്ദി. വിവരങ്ങൾക്ക് അത്യധികം ഗൗരവത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാർ ഈ മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമോ അതിപ്രക്ഷുബ്ധമോ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അവരുടെ നിർദ്ദേശങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ 26-ന് മുമ്പ് അതിരാവിലെ 12 മണിയോടെ തന്നെ ഏറ്റവും അടുത്തുള്ള തീരത്തെത്തണം എന്ന് കർശനമായി തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി അത്യധികം ഗൗരവത്തോടു കൂടി ഈ അറിയിപ്പ് ദൃശ്യമാധ്യമങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് കൂടെ അവർ പറയുന്നുണ്ട്. അത്യധികം ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. മത്സ്യത്തൊഴിലാളി മേഖലകളിലെ പള്ളികൾ, ക്ഷേത്രങ്ങൾ, മുസ്ലിം പള്ളികൾ, മറ്റ് പൊതു സംവിധാനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് മുന്നറിയിപ്പ് വിളിച്ചു പറയാനൊക്കെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ആരും മത്സ്യബന്ധനത്തിന് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ആളുകളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നുണ്ട്. അത്യധികം ഗൗരവത്തോടു കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് സംവിധാനങ്ങളും ഈ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഗൗരവത്തോടെ കാണേണ്ടതാണ്. സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം സർവകക്ഷി യോഗം ചേരും. വൈകിട്ട് സർവ്വമത സമ്മേളനവും ചേരുന്നുണ്ട്. ആക്രമണ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ട പ്രതിരോധ സെക്രട്ടറിയോടും പോലീസ് മേധാവിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. അതിനിടയിൽ ശ്രീലങ്കയിലെ പഗോഡയിൽ ഇന്ന് ചെറു സ്ഫോടനമുണ്ടായി. കൊളംബോയിൽ നിന്ന് പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള നമ്മോടൊപ്പമുണ്ട്. പ്രദീപ്, ഇന്ന് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ കൊളംബോയിൽ എന്താണ്? ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ 2 യോഗങ്ങൾ രാവിലെ ചേരുന്ന സർവകക്ഷി യോഗവും വൈകുന്നേരം ചേരുന്ന സർവമത സമ്മേളനവുമാണ്. ഈ തീവ്രവാദ ആക്രമണം തടയാൻ സർക്കാരിന് വേണ്ട നടപടികൾ എടുക്കാനായിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുകയും വേണ്ടത്ര ഇൻ്റലിജൻസ് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും
അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനത്തിൻ്റെ മുനയൊടിക്കാനുള്ള ശ്രമം കൂടിയാണ് സർക്കാർ നടത്തുന്നത്. ഇതിനിടയിൽ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത വന്നിട്ടുള്ളത് മന്ത്രിസഭയിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നും മുൻ സേനാ മേധാവി ശരത് ഫോൻസേക്കയെ മന്ത്രിയായി സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായി കൊണ്ടുവരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സർക്കാർ വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അല്പസമയത്തിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി മംഗല സമരവീര മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രത്യേക പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാണ് സന്ദേശം വന്നിരിക്കുന്നത്. സുപ്രധാനമായ എന്തെങ്കിലും പ്രഖ്യാപനം അതിലുണ്ടാകുമോ എന്നുള്ളത് ഉറ്റുനോക്കണം. പ്രദീപ്, ഈ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ഇത്ര തീവ്രവാദ ആശയം സമൂഹത്തിൽ പടർന്നത് ഏത് വിധത്തിലാണ്, എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടോ അവിടെ? ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല, തീവ്രവാദ ആക്രമണം തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങൾക്കപ്പുറം സർക്കാരിനെയും സമൂഹത്തെയും ഞെട്ടിച്ച മറ്റൊരു സംഗതിയാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത പലരുടെയും സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ പശ്ചാത്തലം. ഇതിൽ ഒരാൾ ഇവിടെ നിന്ന് ബ്രിട്ടനിലും പിന്നീട് ഓസ്ട്രേലിയയിലും പോയി പഠനം പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെത്തിയ ശ്രീലങ്കൻ വംശജനാണ്. മറ്റ് 2 പേർ സഹോദരങ്ങളാണ്. അവർ ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ മക്കളാണ് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയും വ്യാപകമായി ഈ തീവ്രവാദ ആശയങ്ങൾ ഈ സമൂഹത്തിൽ കുത്തിവെക്കാനും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് കാര്യമായി വേരുറപ്പിക്കാനും കഴിഞ്ഞത് സർക്കാരും ഇന്റലിജൻസ് അധികൃതരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഗതിയല്ല എന്നുള്ളത് ദിനം പ്രതി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആഴത്തിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാനും യുവാക്കളെ, വിദ്യാഭ്യാസമുള്ളവരെ, സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരെ പോലും ഇതിലേക്ക് ആകർഷിക്കാനും കഴിഞ്ഞു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ആശങ്ക. പ്രദീപ്, ഈ പലയിടങ്ങളിലും ഇപ്പോഴും ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം വസ്തുതാപരമാണ്? ഈ പഗോഡയിൽ അല്പസമയം മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ വിവരങ്ങൾ? ഇതിനിടയിൽ മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടായി എന്നുള്ള വാർത്ത പരന്നത് കൊളംബോയിലും പരിസരത്തും പരിഭ്രാന്തി പരത്തി. ഈ കൊളംബോയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ അകലെ പഗോഡ എന്ന് പറയുന്ന ചെറുപട്ടണത്തിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പിന്നിലായി ഉണ്ടായ ചവറുകൂനയിലാണ് ഈ സ്ഫോടനമുണ്ടായത്. എന്നാൽ ഇത് വളരെ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുവാണോ ബോംബാണോ എന്നൊന്നും വ്യക്തമായിട്ടില്ല. മറ്റെന്തെങ്കിലും പൊട്ടിത്തെറിച്ചതുമാകാം. എന്നാൽ ഇവിടെ നിലവിലുള്ള പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് പോലീസും അധികാരികളും വളരെ ഗൗരവത്തിലെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. തൽക്കാലം ആളപായം ഉണ്ടായതായോ ഒരു വലിയ സ്ഫോടനമായോ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് ഒരു പക്ഷേ ചവറ്റുകുണിയിൽ കിടന്ന എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതും ആകാം. ഏതായാലും ഇത്രയും വലിയ ഒരു തീവ്രവാദ ആക്രമണം നടക്കുകയും ഇത്രയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് പരിഭ്രാന്തി പരത്തിയത്. അതിനൊപ്പം നന്ദി പ്രദീപ് വിവരങ്ങൾക്ക്. ശ്രീലങ്കയിൽ സർവകക്ഷി യോഗം ഉടൻ ചേരും. ഇന്ന് വൈകിട്ട് സർവ്വമത സമ്മേളനം കൂടെ ചേരുന്നുണ്ട്. അന്വേഷണം അതിൻ്റെ വഴിക്ക് പുരോഗമിക്കുകയാണ്. ചെറിയ സ്ഫോടനമുണ്ടായി എന്ന ഒരു വാർത്തയുണ്ട്. പക്ഷേ അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന അത്രയ്ക്ക് ഗൗരവതരമായിട്ടുള്ള കാര്യമല്ല എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. പ്രദീപ് പിള്ളയാണ് അവിടെ നിന്ന് ലങ്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. എയർ ഇന്ത്യ വിമാനത്തിന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് തീപിടിച്ചു. ഡൽഹി സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിലാണ് ചെറിയ തീപിടുത്തമുണ്ടായത്. അറ്റകുറ്റപ്പണിക്കിടെയാണ് തീയെന്നും അപകട സമയത്ത് യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും എയർ ഇന്ത്യ അറിയിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വൈകാതെ തീ അണച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.